ഹലോ അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പെരുന്നാളൊക്കെ നല്ല റാഹത്തായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മട്ടൻ കറി ഉണ്ടാക്കാനായിട്ടുള്ള റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഒരു 3 ഏലയ്ക്ക, 4-5 പീസ് ഗ്രാമ്പൂവും പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചൂടായി ഇതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നല്ലപോലെ ചതച്ചതിട്ട് അതൊന്ന് പച്ചമണമൊക്കെ മാറി അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ മാറി നല്ലപോലെ അതൊന്ന് റോസ്റ്റ് ആകുന്നത് വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഇതൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മട്ടൻ കറി പിന്നെ ബീഫ് ഒക്കെ ഉണ്ടാക്കുമ്പം ഈ സവാള കൂടുതൽ ഇടുന്നതിനെക്കാട്ടിലും നല്ലത് ചെറിയ ഉള്ളി കൂടുതൽ ഇടുന്ന കേട്ടോ. അപ്പം ഞാനിവിടെ 2 മീഡിയം സൈസിലെ സവാള ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഓവറായിട്ട് ഇങ്ങനെ കുക്കായി ഒന്നും വരണ്ട. കാരണം നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15ഓളം ചെറിയ ഉള്ളിയും കൂടെ കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോഴേക്കും പ്രത്യേക ഒരു ടേസ്റ്റാട്ടോ. മട്ടൻ കറിക്കാണെങ്കിലും ബീഫിനൊക്കെ ആണെങ്കിലും ചിക്കനാണെങ്കിലും ചെറിയ ഉള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഒരു 10-15 ചിക്കനല്ല ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്കതിലേക്ക് വേണ്ടത് 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത 2 മീഡിയം സൈസിലെ തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ തക്കാളിയും ഒന്നിങ്ങനെ വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇതൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിൻ്റെയും പിന്നെ നമ്മുടെ മുളക് പൊടിൻ്റെയൊക്കെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ഉണ്ടല്ലോ അത് ഞാനിവിടെ ഒരു 3/4 കിലോ മട്ടനാട്ടോ എടുത്ത് കൊടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുത്ത് ഈ മസാലയൊക്കെ മട്ടനിലേക്ക് പിടിക്കുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കാരണം ചിലപ്പോൾ മട്ടനിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമേ ഇവിടെ ഒഴിച്ചിട്ടുള്ളൂ. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം ഒരു 1/2 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു 4 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞതിന് ഞാൻ വാങ്ങിയ മട്ടനിൽ 2 വിസിൽ കേട്ടപ്പോൾ തന്നെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കിട്ടുന്ന മട്ടനും ഇതിൻ്റെത് വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ 2 വിസിൽ കേട്ടിട്ട് ഓഫ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2 വിസിലും കൂടെ കേട്ട് എടുത്തപ്പോഴാണ് നല്ലതുപോലെ ഇത് വെന്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്ന മട്ടനാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല വേവ് ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ ഈ ഒരു മട്ടനിൽ 4 വിസിൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വിസിലൊക്കെ വന്ന് ഓഫ് ചെയ്ത് ഇവിടെ അത്യാവശ്യത്തിന് ഗ്രേവി ഉണ്ട്. ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ല എന്നുള്ള രീതിയിൽ ഈ ഒരു പരിവാണ് ഞങ്ങൾക്കിഷ്ടം. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.